ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ടാരോട്ട് യൂണിവേഴ്സ് 1111 എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ് നോക്കാൻ പോകുന്നത്. കാർഡ് റീഡിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റായി താങ്ക് യു യൂണിവേഴ്സ് എന്ന് രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? യൂണിവേഴ്സ്, പ്ലീസ് ആൻസർ മീ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ നമ്മൾ ഈ കാർഡ് പ്രകാരം കാണുന്നത്, നിലവിൽ പ്രണയത്തിൽ നിങ്ങൾ വളരെയധികം സമ്മർദ്ദമോ ഉത്തരവാദിത്തങ്ങളോ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം. ബന്ധം മുന്നോട്ട് പോകാൻ നിങ്ങളിൽ ആരോ കൂടുതലായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. മറ്റേ ഭാഗത്ത് നിന്ന് അത്ര എഫേർട്ട് വിചാരിച്ച പോലെ കിട്ടുന്നില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട്. കിങ് ഓഫ് കപ്സ് കാണിക്കുന്ന അതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം അടക്കി പിടിച്ച് കുറച്ച് പക്വതയോടെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് രാജാവ് എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള ഈ സിറ്റുവേഷനിലെ അനിശ്ചിതത്വം മാറി ബന്ധത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ നേരിൽ കാണാനും സംസാരിക്കാനുമുള്ള സാഹചര്യം വരുന്നുണ്ട് കേട്ടോ. എത്ര തന്നെ വൈകാരികവും സാമ്പത്തികവും മറ്റുള്ള പ്രശ്നങ്ങളുണ്ടായാലും ഈ പ്രണയബന്ധത്തിലെ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്കും മെച്യൂരിറ്റിക്കും ഒരുപാട് സ്ഥാനമുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള പ്രണയം വളരെ തീവ്രമായി തന്നെ ഉള്ളിൽ ഒതുക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ അയവിറക്കുന്നുണ്ട്. അദ്ദേഹം നിങ്ങളെ നേരിട്ട് കാണാനും നിങ്ങളോട് നേരിട്ട് സംസാരിക്കാനും അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള പ്രണയബന്ധം തകർക്കാതെ വികാരങ്ങളെ വിവേകപൂർവ്വം നേരിടാൻ തന്നെ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രണയത്തിൽ ആത്മവിശ്വാസവും പാഷനും ഊർജ്ജസ്വലതയും നിറഞ്ഞ വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.